രണ്ടു കാലയിൽ എഴുന്നേറ്റ് നിന്ന് നേരാവണ്ണം ഒരു കീഴ്വായു പോയുണ്ടല്ലോ, 8 അല്ല 16 ഒടിഞ്ഞു പോകും ഈ മരവാണം വടികളവൻ സംഘി. ഇവന്റെ പേര് നമ്മുടെ നാവ് കൊണ്ട് പറയാൻ പോലും അറയ്ക്കുന്നു എന്നുള്ള, കാരണം അത്രത്തോളം ഈ ഭൂമിക്ക് ഭാരമായിട്ട് നിൽക്കുന്ന ഒരു വൃത്തികെട്ട വിഷജീവി. ഈ ചെറ്റ പറയുന്നൊന്ന് കേട്ടിട്ടെ, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വീഡിയോ ഉണ്ട്, നമ്മുടെ ഉസ്താദ് കൊടുക്കുന്ന നല്ല കിടുക്കാച്ചി ഒരു മറുപടി ഒന്ന് കേൾക്കാം. ഷർട്ട് ഇട്ടുകൊണ്ട് വരുന്നു പെണ്ണുങ്ങൾ, പെൺകുട്ടികളാ, 18 വയസ്സ് 15 വയസ്സൊക്കെയുള്ള പെൺകുട്ടികൾ. ഷർട്ടിൻ്റെ ബട്ടൺസ് ഇടില്ല, അകത്ത് ടീഷർട്ട് പോലെ. എല്ലാ പെൺകുട്ടികളുടെയും ടീഷർട്ട് ലോക്കട്ടാണ്. കാണേണ്ട രീതിയിൽ കാണിച്ചുകൊണ്ട് ഇതിനൊക്കെ വീടും കുടിയും തന്തയും തള്ളയൊന്നുമില്ല. എന്നിട്ട് ഇവരുടെയൊക്കെ റീൽ എടുക്കുന്നത് ക്യാമറ എപ്പോഴും മോളിൽ നിന്നാണ്, നെഞ്ചത്താണ് ക്യാമറ എപ്പോഴും. കഷ്ടിച്ചു മുഖവും കാണിക്കുക ഇടയ്ക്കിടയ്ക്ക്, ബാക്കി മുഴുവൻ നെഞ്ച്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എടുത്ത് നോക്കിക്കോ, നെഞ്ച് കാണുന്നു. ഇവർ തന്നെ പരിസ്ഥിതിവാദികളായിട്ട് ഇറങ്ങും, എന്നിട്ട് മരത്തെ കെട്ടിപ്പിടിക്കും, അപ്പോഴും ക്യാമറ ഇങ്ങനെ. ഇവർ തന്നെ മൃഗസ്നേഹികളായിട്ട് ഇറങ്ങും, പട്ടിയെ തലോടും, അപ്പോഴും ഇങ്ങനെ കുനിഞ്ഞ് ക്യാമറ ഇവിടുന്ന്. വാട്ട് എ നോൺസെൻസ്. ഇതൊക്കെ വിദ്യാർത്ഥികൾ അവരെ ഒന്നും ചെയ്യരുത്. ഞാൻ പറയുന്നത് കരണക്കുറ്റിക്ക് അടി കൊടുത്തിട്ട് കയറിയാകത്തെന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ടുപോയി വിടണം, വേണ്ടേ? കാർന്നവന്മാരായി എന്നെയും മമ്മൂട്ടി ക്ഷുദ്രവാണത്തിന്റെ അടുത്ത് മക്കളോ കുഞ്ഞുമക്കളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓടി രക്ഷപ്പെട്ടോണം. കാരണം അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ മേലാത്ത ഇതുപോലുള്ള പരമ ചെറ്റകളുണ്ടല്ലോ, എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആരോഗ്യമില്ല. നന്നായിട്ടൊരു ശ്വാസം നേരവണ്ണം എടുത്താൽ ഇവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. സത്യം പറയാമല്ലോ, ഇവനെപ്പോലുള്ള പുഴുത്ത ജീവികളാണ് നമ്മുടെ മലയാളികൾക്ക് അപമാനമായിരിക്കുന്നത്. ഈ ജന്തർ മന്ദിറിൽ സമരം നടത്തിയിട്ടുള്ള കുട്ടികളെ കുറിച്ചിട്ട് ഈ പരട്ടക്കളവൻ പറഞ്ഞത് കേട്ടാണല്ലോ, പെറ്റ തള്ള പോലും സഹിക്കത്തില്ല. ഒരു സംഘിക്ക് മാത്രമേ ഇങ്ങനെ സംസാരിക്കാൻ സാധിക്കത്തുള്ളൂ, ഒരു സംഘിക്ക് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ സാധിക്കത്തുള്ളൂ. ഇവനൊക്കെ എന്തൊരു ജന്മമാണെന്നേ. എന്തായാലും നമ്മുടെ അൻസാരി സൂര്യോസ്താണല്ലോ, ദൈവൻ്റെയൊക്കെ അണ്ണാക്കിൽ അടിച്ചു കൊടുക്കുന്ന നല്ല കിടുക്കാച്ച് മറുപടിയായിട്ട് വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് ആ ഒരു വീഡിയോയും കൂടെ ഒന്ന് കണ്ടതിന് ശേഷം കുറച്ച് കാര്യം കൂടെ പറയാനുണ്ട്, സ്കിപ്പ് ചെയ്ത് പോരുത്. ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി കേരളത്തിലെ പൊതുസമൂഹം, ഈ വീഡിയോ കാണുന്ന നിങ്ങൾ കൊടുക്കണം. ഇവനെതിരെ ഒന്നും നിയമ നടപടിയായിട്ടൊന്നും ആരും വരുത്തില്ല എന്നുള്ളത് നമുക്കറിയാം. കാരണം ഈ സാധനത്തിനൊക്കെ എടുത്ത് ഇനി അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ തലയിൽ ഇരിക്കുമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഒരു പക്ഷേ ചിലപ്പം ഈ വിഴുപ്പ് പാണ്ടത്തെ ഒന്നും പൊക്കിക്കൊണ്ട് പോകാത്തത്. എന്തായാലും നമുക്ക് ആ വീഡിയോ കൂടെ കണ്ടു നോക്കാം. എൻ്റെ പൊന്നു മക്കൾ ഒരു അടിപൊളി വാഴ കേൾപ്പിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളേ, ഇതൊന്നുമല്ല, താളത്തിൽ ഞങ്ങളുടെ അബ്ദുറഹ്മാൻ TG മോഹൻദാസ് സാറിൻ്റെ ഉഗ്രം വാഴ താളത്തിൽ കേട്ടോ. ഷർട്ട് ഇട്ടുകൊണ്ട് വരുന്നു പെണ്ണുങ്ങൾ, പെൺകുട്ടികളാ, 18 വയസ്സ് 15 വയസ്സൊക്കെയുള്ള പെൺകുട്ടികൾ. ഷർട്ടിന്റെ ബട്ടൺസ് ഇടില്ല, അകത്ത് ടീഷർട്ട് പോലെ. വിഷയം മനസ്സിലാക്കണം. വിഷയം ഇതാണ്, നരകത്തിലെ നാരികൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള പ്രഭാഷണം. അപ്പോൾ ബാക്കി പറ. എല്ലാ പെൺകുട്ടികളുടെയും ടീഷർട്ട് ലോക്കട്ടാണ്. കാണേണ്ട രീതിയിൽ കാണിച്ചു. ഇതിനൊക്കെ വീടും കുടിയും തന്തയും തള്ളയൊന്നുമില്ല. ഒരു തൊപ്പിയും താടികളും വേണമായിരുന്നല്ലേ? കുഴപ്പമില്ല. എന്നിട്ട് ഇവരുടെയൊക്കെ റീൽ എടുക്കുന്നത് ക്യാമറ എപ്പോഴും മോളിൽ നിന്നാണ്, നെഞ്ചത്താണ് ക്യാമറ എപ്പോഴും. കേട്ടല്ലോ അല്ലേ? ഉഗ്രം വാഴുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് ഇങ്ങനത്തെ ഒരു വാഴ കിട്ടുന്നുണ്ട്. ഏതൊരു സ്ത്രീയും ഒരല്പം ലജ്ജാവതിയായിപ്പോയി, അവിടെ ഔറത്ത് മറക്കാൻ അവൾ സന്നദ്ധമായിപ്പോയി. മുസല്ലയിൽ എഴുത്തിക്കാഫ് ഇരുന്ന് സദാസമയം ആരാധന നിരതിയായിപ്പോയി. അങ്ങനത്തെ ഉഗ്രം വാഴുന്നു. ഈ കാലം അത്ര ഇതൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ട് നമ്മൾ 6-ാം നൂറ്റാണ്ട് വരെ. എൻ്റെ TG സാർ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ, ഞങ്ങളുടെ സ്ത്രീകളോട് നിങ്ങൾ മാന്യമായ വസ്ത്രം ധരിക്കണം, എല്ലാ ഭാഗങ്ങളും മറച്ചിരിക്കണം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ നമ്മൾ 6-ാം നൂറ്റാണ്ടുകാരാണ്. ഇസ്ലാമിലെ സ്ത്രീകളൊക്കെ അസ്വാതന്ത്ര്യം അനുഭവിക്കുന്നവർ, ബാക്കിയുള്ളവരൊക്കെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവർ. ഒരു സ്ത്രീ മുസ്ലിം ആയി കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും വലിയ ദുരിതം എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള വസ്ത്രം. ഇപ്പോൾ ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചത് ഇച്ച് കാണിച്ചോട്ടെ, അവൾ കണ്ടോട്ടെ. നിങ്ങൾ പറയുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, അങ്ങോട്ട് നമ്മൾ നോക്കാതിരുന്നാൽ മതി. ഒരു പെണ്ണിന് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, നമ്മളങ്ങോട്ട് നോക്കാൻ. അപ്പോൾ നമ്മൾ ടീച്ചേഴ്സ് ഈ വയസ്സാങ്കാലത്ത് പെൺപിള്ളേരുടെ മോളിൽ ക്യാമറ വെച്ചതും ക്ലീവേജും ഒക്കെ എത്തി നോക്കിയിട്ട് അത് ഇവിടെ വന്ന് പറയുന്നത്. 70 വയസ്സുണ്ട് ഇപ്പോഴും. ഒന്നും പറയുന്നില്ല, പ്രായത്തിന് മൂത്തയായിപ്പോയി. വല്ലാത്ത ഇന്ത്യഷാർ തന്നെ കേട്ടാ. അറബി പറഞ്ഞാൽ നിർത്തുകയാണ്. എന്നാലും കൊള്ളാമല്ലോ, പെൺപിള്ളേർ ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചോട്ടെന്നല്ലേ പറയുന്നത്. ഇഷ്ടമുള്ളത് കാണിച്ച് നടക്കട്ടെ, നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഇനി ഒരു മുസൽമാനാണെങ്കിൽ അയാൾക്ക് പറയാം, ഇസ്ലാമിൻ്റെ അകത്ത് ഇസ്ലാമിൻ്റെ തിയറി എന്ന് പറഞ്ഞാൽ അങ്ങനെ പെണ്ണുങ്ങൾ
തല മറക്കണം, അവരുടെ ശരീരം മുഴുവൻ മറക്കണം എന്നാണ് അല്ലേ? അല്ലെങ്കിൽ എന്താ, അത് തെറ്റാണെന്ന് പറയും. ഞങ്ങൾ പറയാറുണ്ട് നന്മ ചെയ്താൽ സ്വർഗം കിട്ടും, തിന്മ ചെയ്താൽ നരകമാണെന്നുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നരകാവകാശികളായി പോകുന്നത് ഞങ്ങൾ ഭയപ്പെടുത്താറുണ്ട്. അങ്ങനെയല്ല പറയാം, ഭയപ്പെടുത്താറുണ്ട്. നിങ്ങൾ എന്ത് പറഞ്ഞ് ഇവരെ വിലക്കും? ഇന്ത്യൻ ഭരണഘടന എഴുതി വെച്ചിട്ടുണ്ട് ഇത് ഫുള്ള് മറക്കണമെന്ന്, അല്ലെങ്കിൽ മൊത്തം മറച്ചു നടക്കണമെന്ന് ഇല്ലല്ലോ. നിങ്ങളുടെ ഈ ഭരണഘടന ഇല്ലല്ലോ. ഇഷ്ടമുള്ളത് ധരിച്ചോട്ടെ, ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചോട്ടെ, ഇഷ്ടമുള്ളതൊക്കെ കാണിച്ചോട്ടെ, മോളില താല മൂട്ടില എവിടെങ്കിലുമൊക്കെ ക്യാമറ വെച്ചെടുത്തോട്ടെ. നിങ്ങൾ എൻ്റെ പൊന്ന് അബ്ദുറഹ്മാൻ ടി ജി മോഹൻദാസ് സാറേ, നിങ്ങളിങ്ങനെ 6-ാം നൂറ്റാണ്ടുകാരനാകരുത്, നിങ്ങളിങ്ങനെ യാഥാസ്ഥികനാകരുത്, പിന്തിരിപ്പൻ ചിന്താഗതി പുരോഗമനപരമായി ചിന്തിക്കൂ, കാണിക്കട്ടെ, പുറത്തിരട്ടെ, നോക്കാതിരുന്നാൽ മതി. പാകിസ്ഥാൻ്റെ ഹാൻഡിലുകൾ 480 എണ്ണം ഡൽഹി പോലീസ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. ഖത്തറിൽ നിന്ന് ഭക്ഷണം ഓർഡർ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ആ പ്രശ്നം അങ്ങനെ നിൽക്കുന്നു. UAPA കേസിൽ ഞാൻ എന്താണ് ഈ ഉസ്താദിന്റെ വീഡിയോ കൊണ്ടുവരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന ഈ നരാധമനായിട്ടുള്ള ഈ വൃത്തികെട്ട നരഭോജി കഴിഞ്ഞ കുറച്ച് വീഡിയോകൾ, ഇവൻ്റെ പഴയ വീഡിയോകളൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് വളരെ വ്യക്തമായിട്ട് കാണാം. ഈ പർദ്ദയെക്കുറിച്ചും ഹിജാബിനെ കുറിച്ചിട്ടൊക്കെയുള്ള വിഷയങ്ങൾ വരുന്ന സമയത്ത് ഇതെല്ലാം മൂടി വെച്ചുകൊണ്ട്, ഇതെല്ലാം മറച്ചുകൊണ്ട് തീവ്രവാദ പ്രവർത്തനങ്ങളാണ് ഇവരൊക്കെ കാണിക്കുന്നത്, ഇതൊക്കെ ഒഴിവാക്കി തൂരക്കളയണം, ഇതൊക്കെ വലിച്ചുകീറി തൂരക്കളയണം എന്ന് പറഞ്ഞിട്ടുള്ള ഈ വൃത്തികെട്ടവൻ ഇപ്പോൾ വന്നിരുന്നുകൊണ്ട് ചെറുമക്കളുടെ പ്രായമുള്ള കുട്ടികൾ വസ്ത്രം ധരിക്കുമ്പം അതിൻ്റെ ഇടയിലേക്ക് ക്യാമറയും തിരികൊണ്ട് പോകുന്ന കാര്യങ്ങളാണ് ഈ വൃത്തികെട്ടവൻ വന്നിരുന്നുകൊണ്ട് പറയുന്നത്. ഈ ജന്തർ മന്ദറിൽ സമരം നടത്തിയിട്ടുള്ള കുട്ടികളെ കുറിച്ചിട്ട് ഈ ഉണങ്ങി വരണ്ട ഈ നരഭോജിയായിട്ടുള്ള ഈ വൃത്തികെട്ടവൻ പറഞ്ഞെന്താ അറിയാം, അവിടെ നടക്കേണ്ട എല്ലാ സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ മറ്റേ വാണിഭമടക്കം മദ്യവും മയക്കുമരുന്നും ഒക്കെ ഒഴുക്കി ഈ വിദ്യാർത്ഥികളെന്ന് പറയുന്ന ഈ വൃത്തികെട്ടവരങ്ങോട്ട് അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ്. ഞാനെങ്ങാണമാണ് ആഭ്യന്തരമന്ത്രിയായിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് കർഫ്യൂ അങ്ങോട്ട് പ്രഖ്യാപിക്കും, എന്നിട്ട് ഒരു 4 മണിക്കൂർ കൊണ്ട് ചറപറ അങ്ങോട്ട് വെടിവെച്ച് അങ്ങോട്ട് കൊല്ലും, എന്നിട്ട് ചത്തതിനെയൊക്കെ പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുവിടുമെന്നാണ് ഈ വൃത്തികെട്ടവൻ ഈ രാജ്യത്ത് ജനിച്ച, ഈ രാജ്യത്തിന്റെ ഭാവി വാഗ്ദാനങ്ങളായ, ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കേണ്ട വിദ്യാർത്ഥി സമൂഹത്തെ കുറിച്ചിട്ട് ഇത്തരത്തിലുള്ള ഒരു വിദ്വേഷ പരാമർശം നടത്തിയിരിക്കുന്നത്. ഈ ചെറ്റയ്ക്കെതിരെ കേസെടുക്കാൻ ആംബിയറുള്ള, നട്ടലുള്ള, പിടുക്കിനുറപ്പുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരുണ്ടാകും? ആരെങ്കിലും മുന്നോട്ട് വരിക? ആരും വരത്തില്ലെന്നേ. കാരണം എന്താ പറയാ, ഈ കാരണവർക്ക് അടുപ്പിലും തൂറാന്ന് പറഞ്ഞാൽ സംഘപരിവാറിന്റെ നാറികൾക്ക് എന്ത് വേണമെങ്കിലും ഈ രാജ്യത്തിരുന്നുകൊണ്ട് പറയാം, അവർക്ക് പ്രവർത്തിക്കാം. സ്ത്രീ സമൂഹത്തെ കുറിച്ചിട്ട് ഇത്തരത്തിലുള്ള പച്ച തെമ്മാടിത്തരങ്ങൾ വരെ വിളിച്ചു പറയാനായിട്ടുള്ള ലൈസൻസ് ഇവന്മാർക്കുണ്ട്. അതിന് മിനിമം സംഖ്യയായാൽ മാത്രം മതി. സംഖ്യകൾക്ക് മാത്രമേ ഇങ്ങനെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും പറ്റത്തുള്ളൂ. ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞാൽ ഇവന് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ആരെങ്കിലുമൊക്കെ പിടിച്ചു കൊണ്ടുപോയ കസേരയെ കൊണ്ട് ഇരുത്തി പറയാനുള്ള വൃത്തികേടെല്ലാം പറഞ്ഞതിന് ശേഷം അവിടുന്ന് പൊക്കിയെടുത്ത് മറ്റേ കട്ടിലിൽ കൊണ്ട് കിടത്തും. പാമ്പേഴ്സും വെച്ചുകൊണ്ടാണ് ഈ വൃത്തികേട്ടവും വന്നിരിക്കുന്നത്. കാരണം പറയുന്ന കൂട്ടത്തിൽ മൂത്രം അങ്ങ് പൊക്കോണ്ടിരിക്കുക ഇവൻ്റെ. സത്യം പറയാമല്ലോ, വെറുക്കപ്പെടേണ്ട പിശാചിന്റെ വർഗത്തിൽപ്പെട്ടിട്ടുള്ള ജന്മങ്ങളാണ് ഇതൊക്കെ. ഇത്രയെങ്കിലും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലൊരു സമാധാനം ഇല്ലാത്തതുകൊണ്ടാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾ വേണം ഇതിനൊക്കെ കൃത്യമായിട്ട് മറുപടി കൊടുക്കാൻ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.